അപ്പം ജനങ്ങളോട് ഭയങ്കര ഗൗരവമായിട്ടും കർക്കശത്തോടു കൂടിയും ധാർഷ്ട്യത്തോടു കൂടിയിട്ടും പെരുമാറിയിട്ടുണ്ടായിരുന്ന ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർ നമുക്ക് മുമ്പിൽ ഉണ്ടായിട്ടുണ്ട്. സോഷ്യൽ മീഡിയയുടെ വരവോട് കൂടിയിട്ട് ഒരുത്തനും തന്റെ അധികാരം എടുത്തു വെച്ച് ഒരുത്തനോടും കാണിക്കാൻ പറ്റാത്ത അവസ്ഥയായി മാറി. അതായത് ഈ അധികാരം എന്നത് അടിച്ചമർത്തലാക്കി മാറ്റിക്കൊണ്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അതേസമയം അധികാരം എന്നത് തന്റെ ചുമതലയാണെന്ന് കരുതുമ്പോൾ ഓരോരുത്തരെ കാണുമ്പോഴും നമ്മൾ അങ്ങോട്ട് കുമ്പിട്ട് പോകും. ഇപ്പം ഒരു MLA, ഒരു MP, ഒരു മന്ത്രി, ഇത് ഞാൻ എന്തോ വലിയ MLA ആണ്, ഞാനൊരു ഇന്ന ആളാണ് എന്ന് ചിന്തിക്കാതെ ഈ ജനങ്ങൾ എന്നെ തിരഞ്ഞെടുത്തേക്കുന്നത് അവരുടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നോക്കാനാണെന്നും ഇവർ ഓരോരുത്തരുമാണ് എന്നെ ഈ സ്ഥാനം ഏൽപ്പിച്ചെന്നുള്ളതും എനിക്ക് ഇവരോടുള്ള ഉത്തരവാദിത്തമാണ് എൻ്റെ ഈ സ്ഥാനമെന്നും മനസ്സിലാക്കി ഒരാളെ കേൾക്കാൻ കാണിക്കുന്ന മനസ്സ്, ഒരാളെ കാണുമ്പോഴത്തേക്ക് അയാളെ റെസ്പെക്റ്റ് കാണിക്കുന്ന ഒരു മനോഭാവം, ഇതിലൂടെ മാത്രമേ നമ്മുടെ ജനാധിപത്യം മഹത്തായി മാറത്തുള്ളൂ. പക്ഷേ ഇവിടെ ഈ രാജഭരണവും ജനാധിപത്യവും തമ്മിൽ ഒരു വ്യത്യാസമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു ചെറിയ സ്ഥാനത്തേക്ക് ഒരുത്തം കയറി കഴിഞ്ഞാൽ ഇവന് പിന്നെ അടിച്ചമർത്താൻ വേണ്ടി തൻ്റെ അധികാരം ഉപയോഗിക്കുക എന്ന് പറയുന്ന മനോഭാവമാണ്.